ഏവരും കാത്തിരുന്ന പാർവതിയുടെ അമ്മ. പാർവതിക്ക് ആ ക്യാരക്ടർ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ആ അമ്മയിൽ നിന്നാണ് കിട്ടിയത് എന്ന്. പുള്ളിക്കാരി ഡയറക്റ്റായിട്ട് ഒന്നും പറയാതെ ആവശ്യമുള്ളിടത്ത് നല്ല രീതിയിൽ കമറുദ്ദീനോടായിക്കോട്ടെ പാറുവിനോടായിക്കോട്ടെ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പാറു എങ്ങനെ ഇങ്ങനെയായി മാറി, അല്ലെങ്കിൽ ആ മാസ്റ്റർ മൈൻഡ് ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അത് അമ്മയുടെ തന്നെയാണ്. പുള്ളിക്കാരി ഭയങ്കര സട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ വീഡിയോയും കണ്ടിട്ട് വന്നിട്ട് പാറുവിനോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അറോറയുടെ ഫ്രണ്ട്സാണ് വന്നത്, റിയ പിന്നെ വേറൊരു ഫ്രണ്ടും കൂടെ. റിയ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരിൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നി. പുള്ളിക്കാരി അല്ല അവിടെ ഗെയിം കളിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ പുള്ളിക്കാരിൻ്റെ ചിന്താഗതി അടിച്ചേൽപ്പിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം കമറുദ്ദീൻ്റെ ഫാമിലിയും ഫ്രണ്ടുമാണ് വന്നത്. ഈ ഫ്രണ്ടിനെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. കമറുദ്ദീൻ വന്ന ദിവസം ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ എങ്ങനെ കിട്ടും എന്ന് വിജയ് സേതുപതി ചോദിക്കുന്നുണ്ട് കമറുദ്ദീനോട്. സോ ആ ഫ്രണ്ടാണ് വന്നത്. പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം കമറുദ്ദീൻ ആയിക്കോട്ടെ പാറു ആയിക്കോട്ടെ ഇവരുടെ ഗെയിം ഡൗൺ ആവുന്നത് ഇവരുടെ ആ റിലേഷൻഷിപ്പ് കൊണ്ടാണ്. അതുകൊണ്ട് പലരും മുന്നോട്ട് കയറി പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതിനുശേഷം ഗാനാവിനോദും കമറുദ്ദീനും തമ്മിലുള്ള ആ കോംബോയൊക്കെ അടിപൊളിയാണ് എന്ന് പറയുന്നതുമുണ്ട്. കമറുദ്ദീൻ്റെ അക്ക മോർ കോൺസെൻട്രേറ്റ് ചെയ്തത് പാറു കമറുദ്ദീൻ ഇഷ്യൂ, പിന്നെ കമറുദ്ദീൻ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു അടി ഉണ്ടാകുമ്പോൾ പുള്ളിക്കാരൻ വാർത്ത വിടുന്നു. അതായത് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് വീണ്ടും കമറുദ്ദീനിലേക്ക് പലരും വരുന്നു. അങ്ങനെ വരുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നതും, പിന്നെ കൂടാതെ പാറുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ഈവൻ പാറുവിനെ പോലുള്ള ഒരാളെ ആ അക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം പുള്ളിക്കാരി അവിടെ നല്ലതൊന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരി ഗെയിമിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്നു. എന്ത് എക്സ്റ്റെൻഡ് വരെയും പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഇതുവരെ പാറുവിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ആ അക്ക പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കമറുദ്ദീനും അത്ര മോശമൊന്നുമല്ല. സോ രണ്ടും തമ്മിൽ ചേരുമായിരിക്കാം. സോ വൺസ് എഗെയിൻ ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ്. ഇനി ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. അടുത്ത വർഷം എല്ലാവർക്കും കളറായി മാറട്ടെ എന്നും ആശംസിക്കുന്നു. ബൈ ബൈ.